ഹലോ ഫ്രണ്ട്സ്, പൈത്തണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂപ്പിൾ എന്ന് പറയുന്ന ഒരു ഡാറ്റ കളക്ഷനാണ്. ആക്ച്വലി ട്യൂപ്പിളിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരു സിംഗിൾ വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ പൈത്തണിൽ മെയിൻ ആയിട്ട് 4 ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഈ ട്യൂപ്പിൾ. മറ്റു 3 എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, സെറ്റ്, പിന്നെ ഡിക്ഷണറി. ഇതാണ് ഈ 4 നമ്മൾ ഡാറ്റ കളക്ഷൻ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്യൂപ്പിളിൽ വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് അതിനെ ഒന്ന് പരിചയപ്പെടാം. ഈ ട്യൂപ്പിളിനകത്ത് എല്ലാ ഡാറ്റ ടൈപ്പും യൂസ് ചെയ്യും. ഇൻറ്റീജർ, അതുപോലെ സ്ട്രിങ്, ബൂളിയൻ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു വേരിയബിൾ പറയുക. ഇപ്പം ഞാനിവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നു. നമ്മൾ ഇങ്ങനത്തെ ബ്രാക്കറ്റ് ആണ് കൊടുക്കേണ്ടത്, പാരന്തസിസ് ആണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ആപ്പിൾ, orange, mango, 10, 20 ഇങ്ങനെയൊക്കെ പറയാം. ഇവിടെ നമുക്ക് പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. സേവ് ചെയ്യുക, ഒന്ന് റൺ ചെയ്യാം. സോ ഇപ്പം അത് പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം ഈ ട്യൂപ്പിൾ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റെപ്പറ്റീഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്രൂട്ട്സ് എന്നുള്ളതിനകത്താണെങ്കിൽ ഈക്വൽസ് ഫ്രൂട്ട്സ്, അതൊരു ബ്രാക്കറ്റ് ഇടുക. ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം ഇരട്ടിക്കും. റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് കാണാം വീണ്ടും അതിന് ഇവിടെ നമ്മൾ 3 ടൈംസാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ 3 എന്ന് വരും. അതുപോലെ ഇപ്പം നമുക്ക് ഇതിൻ്റെ ടൈപ്പ് കാണണമെങ്കിൽ ടൈപ്പ് എന്നാണ് പറയുന്നത്. ടൈപ്പ് ഫംഗ്ഷൻ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ടൈപ്പ് കിട്ടും ട്യൂപ്പിൾ. അതുപോലെ തന്നെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ലെൻ എന്ന് കൊടുത്താൽ മതി. ട്യൂപ്പിളിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്നുള്ളത് കാണിക്കും. 5 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ട്യൂപ്പിളിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.